ഹലോ, വെൽക്കം ടു റിതം ഓഫ് അങ്കു. അങ്കുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. വലിയ പ്രൊഫഷണൽ കുക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ല. ഇന്ന് ലീവിടെ ആയത് കാരണം ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ ഒരു കുക്കിംഗ് വീഡിയോ. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ കിച്ചൺ വലിയ വലുപ്പമൊന്നുമില്ല, കുട്ടി കിച്ചണാണ്. അപ്പോൾ അതിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് വീഡിയോ എടുത്ത് കുക്ക് ചെയ്യുന്ന ഭാഗത്തിന് സെറ്റ് ചെയ്യാനൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. കഴുകി വെച്ച 1 കിലോ ചിക്കൻ പീസിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 കപ്പ് തൈര്. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ 2 മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെക്കണം കേട്ടോ, മാരിനേറ്റ് ചെയ്തിട്ട്. അതിന് ശേഷം വേണം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി വയ്ക്കുക. മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് 2 hours മാറ്റി വയ്ക്കാം, മസാലയൊക്കെ അതിൽ പിടിക്കാനായിട്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. 6 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി. ഇത് ക്രഷ് ചെയ്യണം കേട്ടോ. പിന്നെ 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് വെച്ചത്, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ വേണ്ടത് 1/4 കപ്പ് മല്ലിയിലയും ചോപ്പ് ചെയ്തതും, 1/4 കപ്പ് പുതിന ചോപ്പ് ചെയ്തത്. 3 ഗ്ലാസ് അരിയുടെ അളവിൻ്റെ കണക്കാട്ട് ഇത്ര നേരം പറഞ്ഞത്. ഇത് 3 ഗ്ലാസ് ജീരകശാല അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി പാത്രം അടുപ്പത്തോട്ട് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യും, 2 ടേബിൾ സ്പൂൺ ഓയിലും ആദ്യം ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാവട്ടെ. ഇനി ഹോൾ സ്പൈസസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആറ് ഏലക്ക, ഒരു 8 ഗ്രാമ്പു, 3 ഇഞ്ച് പീസ് പട്ട. അത് കുറച്ച് നേരം സോട്ട് ചെയ്യണം. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ ആണ് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അത് കുറച്ച് സെക്കൻഡ് ചൂടായതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച് സവാള ഇടുക. അതിനി വഴറ്റണം. സവാള വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ സവാള വഴറ്റണം. ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം തക്കാളി ആഡ് ചെയ്യുക, ചോപ്പ് ചെയ്ത് വെച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. ചിക്കനും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ്. അങ്ങനെ നമ്മൾ 3 ഗ്ലാസ് അരി എടുത്തിരുന്നു, അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിട്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ച മിൻറ്റും കൊറിയാണ്ടർ ലീഫും ഇടുക. അതും നല്ലപോലെ മിക്സാക്കുക. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കുക. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടണം. തിളയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് കഴുകി വെച്ച അരി ഇടാം. കഴുകി വെച്ച അരി ഇട്ടു കേട്ടോ. എന്നിട്ട് അതും എല്ലാം നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ ബിരിയാണി റെഡി. പക്ഷേ നമ്മൾ സാധാരണ നിങ്ങൾ ഉദ്ദേശിച്ച ബിരിയാണി പോലെയല്ല ഇത്. ഞങ്ങൾ തട്ടിക്കൂട്ട് ഫ്രൈഡേ ബിരിയാണി, ഫൺ ഡേ ബിരിയാണി എല്ലാവരും, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും.